സോ ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വേർഡ് പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ ആദ്യം നമ്മൾ വേർഡ് പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഡാഷ്ബോർഡിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വിൻഡോയിൽ പ്രൊഡക്ട്സ് എന്നൊരു ടാബ് ഉണ്ടാവും. ആ ടാബിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ പ്രൊഡക്ട്സ് എന്നൊരു സെക്ഷനിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാവും. സോ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് നെയിം ആഡ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെയായിരിക്കും കൊടുക്കുന്നത്. സോ ഞാൻ ട്രയൽ പോലൊരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓൾസോ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ഈ മെയിൻ ഡിസ്ക്രിപ്ഷൻ അല്ലാണ്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പോലെയും കൊടുക്കാം. ലൈക്ക് MRP മെൻഷൻ ചെയ്യുന്നിടത്ത് ഇതുപോലെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് ഇവിടെ താഴെയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ അത് കൊടുക്കുന്നില്ല. ആൻഡ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വന്നാൽ റൈറ്റ് സൈഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഇമേജ് ഉണ്ടാവും. സോ നമ്മൾ പ്രൊഡക്റ്റ് ഇമേജ് ആഡ് ചെയ്യാൻ സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് കൊടുക്കുക. ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ള ഫയൽസ് എല്ലാം ഇവിടെ മീഡിയ ഫയൽസിലുണ്ടാവും. ഓർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ അപ്ലോഡ് ഫയൽസിൽ വന്നിട്ട് സെലക്ട് ഫയൽസ് കൊടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൊരു പ്രൊഡക്റ്റ് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി ഗാലറി ഇമേജസ് നമുക്ക് താഴെ ഇവിടെ പ്രൊഡക്റ്റ് ഗാലറി എന്നുണ്ടാവും. അത് സെറ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓൾറെഡി കുറച്ച് കാറ്റഗറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ന്യൂ കാറ്റഗറി കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് കൊടുത്താൽ മതി. ഞാനിവിടെ പാൻസ് കൊടുക്കുന്നു. ഇവിടെ പാൻസ് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ വുമൻസ് ടീ ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ താഴെ പ്രൊഡക്റ്റ് ഡേറ്റ ഉണ്ടാവും. അവിടെയാണ് നമ്മളിത് സിമ്പിൾ പ്രൊഡക്റ്റ് ആണോ വേരിയബിൾ പ്രൊഡക്റ്റ് ആണോ എന്ന് കൊടുക്കുന്നത്. സോ ഇതൊരു വേരിയബിൾ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ആദ്യം സിമ്പിൾ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാം. സിമ്പിൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന് ഒറ്റ ഒരു വേരിയേഷൻ ഉണ്ടാവും. ആൻഡ് ഇവിടെ സിമ്പിൾ പ്രൊഡക്റ്റ് സെലക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഇവരുടെ റെഗുലർ പ്രൈസ് ഇവിടെ കൊടുക്കാം. ആൻഡ് സെയിൽ പ്രൈസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. താഴെ ഇൻവെൻറ്റോറിലേക്ക് വരുമ്പോഴാണ് നമ്മൾ SKU ആഡ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഷിപ്പിങ്ങിലാണ് നമ്മൾ വെയിറ്റ് ഡിമെൻഷനിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതൊരു വേരിയബിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ വേരിയബിൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം. വേരിയബിൾ പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ഇൻവെൻറ്റോറിയിൽ വരുമ്പോൾ ഇവിടെ SKU ആഡ് ചെയ്ത് കൊടുക്കാം. വേരിയേഷൻസ് എല്ലാം സെയിം SKU ആണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ SKU കൊടുത്താൽ മതി. പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. ഞാൻ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആയിട്ടും കൊടുക്കുന്നു. സോ നമുക്ക് വേരിയേഷൻസ് ആഡ് ചെയ്യാനായിട്ട് ആട്രിബ്യൂട്ട്സിലേക്ക് വരണം. ആട്രിബ്യൂട്ട്സിലേക്ക് വരുമ്പോൾ ഓൾറെഡി രണ്ട് ആട്രിബ്യൂട്ട്സ് എന്തായാലും ഓൾറെഡി സെറ്റ് ആയിരിക്കും. നോർമലി കളർ ആൻഡ് സൈസ് ആണ് കൊടുക്കുന്നത്. സോ എനിക്കിവിടെ കളറാണ് കൊടുക്കുന്നത്. സോ ഞാൻ കളർ സെലക്ട് ചെയ്യും. കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എനിക്ക് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കൊടുക്കേണ്ടത്. സോ എനിക്ക് ഇവിടെ സെർച്ച് ചെയ്യാം ബ്ലാക്ക്. അപ്പോൾ ഇവിടെ ഓൾറെഡി ബ്ലാക്ക് പ്രസൻ്റ് ആണ്. ഇനി മെറൂൺ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. സോ അതിനായിട്ട് നമ്മൾ പുതിയൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. മെറൂൺ ആൻഡ് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ മെറൂൺ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് നമുക്കൊരു വാല്യൂ കൂടെ കൊടുക്കുന്നുണ്ട്, ദാറ്റ് സൈസ്. ഇത് ഓൾറെഡി സ്മോൾ മീഡിയം. ഞാൻ ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത്. ആൻഡ് സേവ് ആട്രിബ്യൂട്ട്സ് എടുക്കുക. അത് കഴിഞ്ഞ് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേരിയേഷനിലേക്ക് വന്നിട്ട് ഇവിടെ ജനറേറ്റ് വേരിയേഷൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ 4 വേരിയേഷൻസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഈ വേരിയേഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നതാണ്.
നമുക്കിവിടെ വേരിയേഷൻ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതിനൊരു പ്രൊഡക്റ്റ് ഗാലറി ഇമേജ് പോലെ താഴെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് എസ് കെ ആയിട്ട് നമുക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് എസ് കെ കൊടുക്കുകയാണ്. ആൻഡ് നമുക്കിവിടെ പ്രൈസ് ആഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓരോ വേരിയേഷനും ഡിഫറെൻറ്റ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ വേരിയേഷനും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആൻഡ് മറൂൺ. ആൻഡ് ഇവിടെ വേരിയേഷൻസ് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓൾസോ നമുക്ക് ബൾക്കായിട്ട് ഇതിനെല്ലാം സെയിം പ്രൈസ് ആണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഇവിടെ ആഡ് പ്രൈസ് ഉണ്ട്, അത് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വേരിയേഷനും ഒരു ഡിഫറെൻറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഞാനിവിടെ സിംഗിളായിട്ട് കൊടുക്കാം. സോ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വരുന്നത് ഇത്രയേ ഉള്ളൂ. പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്ത് അത് ചെക്ക് ചെയ്യാനായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രസ്സ് മാത്രമല്ല പല പല സാധനങ്ങൾ ഇതുപോലെ ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ അതിൻ്റെ വേരിയേഷൻ ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പ്രൈസ് ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ വേരിയേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ടെംപ്ലേറ്റിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇമേജസ് വരുന്നത്. നോർമലി സ്ലൈഡിങ് ആയിരിക്കും. ഇവിടെ മെറൂൺ നോക്കുമ്പോൾ ഇതുപോലെ സ്വാച്ച് ഇല്ല. അതിന് നമുക്ക് വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് പ്രൊഡക്ട്സ് എടുക്കുക, അതിൽ ആട്രിബ്യൂട്ട്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് പുതിയൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യണം. ബ്രാൻഡ്, കളർ, സൈസ് അല്ലാണ്ട് ഇപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് സേവ് ആട്രിബ്യൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ആവും. സോ നമ്മൾ കളേഴ്സിൽ സ്വാച്ച് ആഡ് ചെയ്യാൻ കളർ സെക്ഷനിൽ കോൺഫിഗർ ടേംസ് കൊടുക്കുക. ആൻഡ് കോൺഫിഗറിൽ ഇവിടെ മെറൂൺ ഉണ്ട്, അത് എഡിറ്റ് കൊടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ സ്വാച്ച് ഉണ്ട്. സ്വാച്ചിൽ കളർ സ്വാച്ച് ഉണ്ടാവും. അവിടെ മെറൂണിൻ്റെ കളർ കോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഒരു സ്വാച്ച് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഒരു സ്വാച്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ അത് ഇവിടെ ആയിരിക്കും വരുന്നത്. നമ്മൾ കൊടുത്ത ലോങ് ഡിസ്ക്രിപ്ഷൻ താഴെ ഒരു സെക്ഷനിലായിട്ടായിരിക്കും വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ.